ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓപ്ഷൻ ബൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് മാർക്കറ്റ് സൈഡ് വേസ് പോകുന്ന ഇവർക്ക് നല്ല പണിയാണ്. കാരണം ആ പ്രീമിയത്തിന് മൂവ്മെൻ്റ് ഉണ്ട്, അവരുടെ ഡീക്ക് കാരണം ലോസ് വന്നുകൊണ്ടിരിക്കും. ഈ മാർക്കറ്റ് സൈഡ് വേസ് പോവുക എന്ന് നമുക്ക് തുടക്കത്തിൽ അറിയാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് ട്രേഡ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് സൈഡ് വേസ് ആണോ അല്ലയോ എന്ന് തുടക്കത്തിൽ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന അതേ മൊമെൻറ്റിൽ ഒരു 10 മിനിറ്റുള്ളിൽ അറിയാനായിട്ട് എങ്ങനെ പറ്റാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് കണ്ടൊരു ഡേറ്റയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ട ഡേറ്റയാണ്. ഈ ഡേറ്റ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളതിൽ കോൺഫിഡൻ്റ് ആയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റാണ് കേട്ടോ. 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ കാര്യമാണ്. ചാർട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ഇന്നത്തെ കേസാണെങ്കിൽ ഇന്ന് നോക്കിയാൽ മാർക്കറ്റ് ഫസ്റ്റ് 5 മിനിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ലോ. ഇതാണ് ഇന്നത്തെ ഹൈയും ലോ. ഫസ്റ്റ് 5 മിനിറ്റിൽ എപ്പോഴാണ് മാർക്കറ്റ് ആ ഹൈയെ ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്? മാർക്കറ്റിനെ കൊണ്ട് പറ്റിയോ? ഇല്ല, മാർക്കറ്റിന് പറ്റുന്നില്ല. ഈ ഹൈ ഈ ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റുന്നില്ല. മാർക്കറ്റ് ഓപ്പൺ ആയ അതേ ടൈമിൽ തന്നെ കളിക്കേണ്ട ആൾക്കാരെല്ലാം കളി നടത്തി ഇറങ്ങിപ്പോയി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉം. കുറേ എക്സാമ്പിൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ചാർട്ടിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ ഈസി ആയിട്ട് ഉണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ വേറെ കുറേ എക്സാമ്പിൾ ഉണ്ട്, ഞാൻ വളരെ പെട്ടെന്ന് കണ്ട റിസൾട്ടുകൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ആ ഒരു മൊമെൻ്റം ഉണ്ടാക്കി മാർക്കറ്റ് ഈ ദിവസം കണ്ടു. ഫസ്റ്റ് ഒരു മൊമെൻ്റം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നൊന്ന് മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആണ്. ഈ നിഫ്റ്റിയുടെ കേസിലാണ്, ബാങ്ക് നിഫ്റ്റി അല്ല, നിഫ്റ്റിയുടെ കേസിലാണ്. ഈ നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിഫ്റ്റി ഏകദേശം ഒരു 50, 55, 60, മാക്സിമം ഒരു 65 പോയിൻറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഹൈയും ലോയും തമ്മിലുള്ള വ്യത്യാസം ഒരു എപ്പോഴും 50, 55, 60 ആണെങ്കിൽ അതൊരു സൈഡ് വേസ് മാർക്കറ്റാണ്. ഈ സംഭവം ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഡേറ്റ കിട്ടും. ഈ ഒരു റേഞ്ചിനുള്ളിലാണെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ്, ആ റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് വർഷങ്ങളായിട്ട് നിഫ്റ്റിയുടെ ഒരു പൊതു സ്വഭാവമാണ്. നിഫ്റ്റി ഈ ഒരു പാറ്റേൺ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമുക്ക് വീണ്ടും എക്സാമ്പിൾ ഇവിടെ എവിടെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിലേക്ക് പോകുമ്പോൾ നോക്കാം. ഇതുണ്ട്, ഈ ഒരു ദിവസം കണ്ടോ മൊമെൻ്റം ഉണ്ട്. പക്ഷേ നമുക്ക് ഈ എല്ലാ മൊമെൻറ്റും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുമോ? ഈ എല്ലാ മൊമെൻറ്റും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഉണ്ടോ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ വന്നു. ഫസ്റ്റ് ആ മൊമെൻറ്റം അവിടെ അങ്ങ് തീർന്നു. പിന്നെ മാർക്കറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടോ, പിന്നെ ഈ ഒരു മൊമെൻറ്റം നടന്നു, പിന്നെ ഇവിടെ ഒരു മൊമെൻറ്റം നടന്നു, പിന്നെ ചോപ്പിയായിട്ട് പോയി, പിന്നെ ഒരു മൊമെൻറ്റം നടന്നു. ഈ മൊമെൻറ്റം ഒന്നും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല, എല്ലാ മൊമെൻറ്റും നമുക്ക് ക്യാച്ച് ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ട്രേഡ് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു ദിവസം കണ്ടോ, ഈ ഒരു ദിവസവും ഫസ്റ്റ് 2 ക്യാൻഡിൽ കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ നല്ല മൊമെൻറ്റം നടത്തി അഗെയിൻ. ഇതാണ് അവസ്ഥ. ഓപ്ഷൻ സെല്ലേഴ്സിന്, സെല്ലറാണെങ്കിൽ ഓക്കെ, അവന്മാർക്ക് നല്ല രീതിയിലുള്ള മെച്ചമുണ്ട്. പക്ഷേ ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിയതേ പറ്റുള്ളൂ. കാരണം ഇതുകൊണ്ട് ഈ ഒരു ദിവസം കണ്ടോ വളരെ, നിങ്ങൾ ഈ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയാൽ മതി. അവിടെ ഒരു മൊമെൻറ്റം കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഒരു ചീഞ്ഞ മാർക്കറ്റായിരിക്കും. അതുകൊണ്ട് ഇവിടെയും കണ്ടോ ഈ ഒരു ദിവസവും ഫസ്റ്റ് മൊമെൻറ്റം കഴിഞ്ഞു. ആൻഡ് അഗെയിൻ ഇതാണ് അവസ്ഥ. മാർക്കറ്റിൽ നമുക്ക് എന്താണെന്ന് ഒരു എത്ര പോയിന്റ് ഡിഫറൻസ് ഉണ്ട് ഹൈയും ലോയും തമ്മിൽ നോക്കട്ടെ. കിട്ടുള്ളൂ മാറ്റി വെക്കാം. ഹൈയും ലോയും തമ്മിൽ നമുക്ക് ഏകദേശം ഒരു 48, 50 പോയിന്റ് ഡിഫറൻസ് സൈഡ് വേസ് മാർക്കറ്റിലുള്ളൂ. ഏകദേശം ഇവിടെയും നമുക്ക് നോക്കാം എത്ര പോയിന്റ് വ്യത്യാസം. ഏകദേശം ഒരു 56 പോയിന്റ്, 56, 55 കൂട്ടിയാൽ മതി. ഏകദേശം ഒരു നമ്പർ കൂട്ടിയാൽ മതി. ഞാൻ കറക്റ്റായിട്ട് ടോൾ വെച്ചിട്ട് അളന്നിട്ടില്ല, ഏകദേശം ഒരു നമ്പറാണ്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതി. ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നിങ്ങൾ ഇനി ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതുണ്ട് ഏകദേശം 60 പോയിന്റ്. ഇതൊക്കെയായിരിക്കും നിഫ്റ്റി സൈഡ് വേസ് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് ഇന്നത്തെ മാർക്കറ്റും എത്ര പോയിന്റ് ഏകദേശം മൂവ് ചെയ്ത് നോക്കുക. ഇന്നത്തെ ഹൈ ആൻഡ് ലോ ഏകദേശം ഒരു 40, ഏകദേശം ഒരു 60 പോയിന്റോളമാണ് ഇന്നത്തെ ദിവസം മാർക്കറ്റ്
മൂവ് ചെയ്ത് ഒരു 60 പോയിന്റിൻ്റെ ഉള്ളിൽ കിടന്ന മാർക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് വേസ് ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഈ രീതിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് വേസ് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈ ചെയ്ത് പണി കിട്ടാതെ രക്ഷപ്പെടാം.